നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ 5th ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 5th ബ്ലോക്ക് ഇന്ത്യൻ സൊസൈറ്റി കോണ്ടംപററി ഡിബേറ്റ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഈ ഒരു ബ്ലോക്കിന്റെ പേര്. അപ്പൊ ഇതിലെ ഒറ്റ യൂണിറ്റ് ആണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. ആ ഒരു യൂണിറ്റ് കമ്മ്യൂണലിസം, റീജിയണലിസം, സിറ്റിസൺഷിപ്പ് ആൻഡ് ഐഡന്റിറ്റി എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കമ്മ്യൂണലിസത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. കമ്മ്യൂണലിസം എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണലിസം ഒരു സമൂഹത്തില് ഭിന്നത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ആണ് കമ്മ്യൂണലിസം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഒരു സമൂഹം, പ്രത്യേകിച്ച് അത് മതപരമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഐഡന്റിറ്റിയെ തകർക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മതപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിൽ ഒരു മതത്തെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ ഇങ്ങനെ വിട്ടു നിർത്തുന്ന ഒന്നാണ് കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. സാമുദായിക താല്പര്യങ്ങള് നിന്ന് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് ഉള്ള ഒരു പ്രത്യയ ശാസ്ത്രത്തെയോ അല്ലെങ്കിൽ ഒരു മാനസിക അവസ്ഥയൊക്കെയാണ് നമ്മൾ വർഗീയത എന്ന് പറയും. വർഗീയത എന്നാണല്ലോ കമ്മ്യൂണിസത്തിന്റെ മലയാളം, അല്ലെ? അപ്പൊ വർഗീയ ചിന്തകള് ഒരു മതമല്ല യഥാർത്ഥത്തില് ഈ വർഗീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതത്തിന്റെ ആശയങ്ങൾ, ഏത് മതമാണെങ്കിലും നല്ല ആശയങ്ങളായിരിക്കും അത് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെ? പരസ്പര സ്നേഹം, ഐക്യം, അതുപോലെ തന്നെ പരസ്പര സഹായം, സഹകരണം, ദൈവത്തിലുള്ള വിശ്വാസം, ഒരു മാനവിക ദർശനമാണ് എല്ലാ മതങ്ങളുടെയും അന്തസത്ത എന്ന് പറയുന്നത്. എന്നാൽ ചില കൽപ്പിത താല്പര്യങ്ങള് ഓരോ സംഘടനകളെയൊക്കെ മതത്തിനകത്തു നിന്നൊക്കെ രൂപപ്പെടുന്ന സംഘടനകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ ലക്ഷ്യങ്ങള് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വർഗീയത ഉണ്ടാവുന്നത്. അത് ഒരു മതത്തിന് മറ്റൊരു മതത്തോടുള്ള വിദ്വേഷമായിട്ട് വളരുന്ന സാഹചര്യത്തിലാണ് ഇത് വർഗീയതയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഓരോ മതങ്ങളും അവരുടെ മതത്തിന്റെ ആശയങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്യുന്നതോ ഒന്നും വർഗീയതയല്ല. എന്നാൽ അത് മറ്റൊരു മതത്തോടുള്ള വിദ്വേഷമായിട്ട് വളരുന്ന ഘട്ടത്തിലാണ് അത് കമ്മ്യൂണലിസമായിട്ട് അല്ലെങ്കിൽ വർഗീയതയായിട്ട് വളരുന്നത്. അപ്പൊ മതവിശ്വാസം മാത്രമല്ല, അതോടൊപ്പം തന്നെ മതത്തിന്റെ ഒരു രാഷ്ട്രീയവൽക്കരണമാണ് പലപ്പോഴും ഈ വർഗീയതയ്ക്ക് കാരണമാകുന്നത്. അവിടെ ഷ്രൂഡ് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റു താല്പര്യങ്ങള്, ഇൻട്രസ്റ്റുകൾ വളരുന്ന ഘട്ടത്തിലാണ് അത് ഒരു വർഗീയത എന്ന തലത്തിലേക്ക് വളരുന്നത്. അപ്പൊ ഇതിന് കാരണം ഈ രാഷ്ട്രീയവൽക്കരണമാണ്, മതത്തിന്റെ രാഷ്ട്രീയവൽക്കരണമാണ്. ഇനി വർഗീയതയുടെ മീനിങ് എന്താണെന്ന് നോക്കാം. ഒരു പ്രത്യേക സമൂഹത്തിന്റെ താല്പര്യങ്ങൾ മറ്റുള്ളതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന ചിന്ത, അതാണ് വർഗീയതയ്ക്ക് കാരണം. ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് അയാളുടെ മതത്തെ വിശ്വസിക്കുന്നതും അതിനെ ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതും അതിന്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതും ഒന്നും ഒരിക്കലും ഒരു തെറ്റല്ല. എന്നാൽ അത് മറ്റൊരു മതത്തോടുള്ള വിദ്വേഷമായിട്ട് വരുന്നു. ഒരു ക്രിസ്ത്യാനി അയാളുടെ മതത്തിനെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ ഒക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് കാണുന്നത് തെറ്റല്ല. എന്നാൽ എന്റേത് മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം ഉദിക്കുന്നത്. ഓക്കെ, അവനവൻ്റെതൊക്കെ ശ്രേഷ്ഠമാണെന്ന് കരുതാം, പക്ഷെ മറ്റുള്ളവരുടേത് മോശവും എന്റേത് മാത്രം ശ്രേഷ്ഠവും എന്ന ചിന്തയാണ് വർഗീയത. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? ഈ വർഗീയത എന്ന സമൂഹത്തെ ധ്രുവീകരിക്കുന്ന, സമൂഹത്തെ ശിഥിലീകരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഊർജം കൂടി നമ്മൾക്ക് ഉണ്ടാവണം. ഇത്തരം പാഠഭാഗങ്ങളൊക്കെ പഠിക്കുന്നതിലൂടെ നമ്മളിൽ അത് എമേർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ സിലബസിന്റെ ഭാഗമായിട്ട് മാറ്റുന്നത്. ഇപ്പൊ സോഷ്യോളജി എന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ട്രീം എടുത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്തരം ഇങ്ങനെ സമൂഹത്തെ വെട്ടിമുറിക്കുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് തിരിച്ചറിയുകയും അതിനെ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മളാൽ കഴിയും വിധം അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി വർഗീയതയുടെ കാരണങ്ങളും. വർഗീയത നമ്മൾ എടുത്താൽ അതിന് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നു, അവർക്ക് ഇവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായി, അല്ലെ? കച്ചവടത്തിന് വന്നവരായിരുന്നു യൂറോപ്യന്മാര്. പക്ഷേ അവരോടൊപ്പം തന്നെ ഇവിടെ അറബികളുണ്ട്, ചൈനക്കാരുണ്ട്, അല്ലെ? ഇവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് സവിശേഷമായിട്ട് ഉള്ള ഒരു താല്പര്യമായിരുന്നു രാഷ്ട്രീയ താല്പര്യം, അതായത് കൊളോണിയൽ താല്പര്യങ്ങൾ, അല്ലെ? കോളനിവൽക്കരിക്കുക, ഈ ഇന്ത്യയെ അവരുടെ കോളനിയാക്കുക, ഏറ്റവും മോശമായിട്ടുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് ഇന്ത്യയെ അവർക്ക് അവരുടേതായ രീതിയിലേക്ക് ഇന്ത്യയെ കൺവേർട്ട് ചെയ്യാൻ ഇവിടുത്തെ യൂണിറ്റി അവരെ അനുവദിക്കുമായിരുന്നില്ല. ഇവിടെ ഹിന്ദുക്കളും
മുസ്ലിങ്ങളും പ്രധാനപ്പെട്ട രണ്ട് ഈ വിഭാഗങ്ങൾ. അതോടൊപ്പം തന്നെ ബുദ്ധന്മാരും ജൈനന്മാരും നമ്മൾ നേരത്തെ പറഞ്ഞ പാഴ്സികളും ഒക്കെ ഇങ്ങനെയുള്ള ഈ ഒരു ബഹു ജനങ്ങള് പരസ്പരം വളരെ ഐക്യത്തോടു കൂടിയിട്ട് സഹവർത്തിത്വത്തോടു കൂടിയിട്ട് നിലനിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ. ഇതിനിടയിൽ അവരുടെ താല്പര്യങ്ങൾ വിലപ്പോകില്ല എന്ന് കണ്ടതോടു കൂടിയിട്ട് അവരിവിടെ ആദ്യമായിട്ട് ഈ വർഗീയതയുടെ വിത്തുകൾ ഇവിടെ പാകുന്നത്, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ഇവിടെ നടപ്പിൽ വരുത്തുന്നത് ഈ കൊളോണിയൽ ശക്തികളായിരുന്നു. അപ്പൊ ആ ഒരു അതെ, അപ്പൊ നമുക്കിങ്ങനെ കുറെ പുറകോട്ട് ചിന്തിച്ചാൽ ഇതിന് ചരിത്രപരമായിട്ടുള്ള ഒരു കാരണം ഈ വർഗീയതയ്ക്ക് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന അവരുടെ ബ്രിട്ടീഷ് നയം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തേതാണ് രാഷ്ട്രീയ ഘടകങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയം അല്ലെ, പരമാവധി വോട്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മനുഷ്യരുടെ മതചിന്തകളെയൊക്കെ ഇങ്ങനെ ഉത്തേജിപ്പിക്കും. എന്നിട്ട് അത് മറ്റു വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ വോട്ട് ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്, ആ വോട്ട് ബാങ്കുകളായിട്ട് ഓരോ മതങ്ങളെയും അവർ കാണുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വർഗീയതയിലേക്ക് നയിക്കും. അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇനി സാമ്പത്തിക അസമത്വങ്ങളാണ് മറ്റൊന്ന്. സമൂഹങ്ങൾക്കിടയിൽ ഈ വിഭവങ്ങള് സമമായ രീതിയിൽ അല്ലെങ്കിൽ തുല്യമായ രീതിയിലല്ല പലപ്പോഴും വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗം സാമ്പത്തികമായിട്ട് പിന്നോക്കം വന്നു പോകും. അപ്പൊ ഈ പിന്നോക്ക വിഭാഗം അത് ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് കാണുകയും അത് മറ്റു മതത്തോടുള്ള ഒരു വിദ്വേഷമായിട്ട് മാറുകയും അതൊരു വർഗീയ പ്രശ്നമായിട്ട് അവിടെ രൂപപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ സാമ്പത്തികം പറഞ്ഞതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള എലമെന്റ്സ്, സാമൂഹികമായിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഇതിലുണ്ട്. പിന്നോക്കമാണ് എന്ന് തോന്നുന്നവർക്ക് മുന്നോക്കക്കാരോടും, അതുപോലെ മുന്നോക്കക്കാരോട് തോന്നുന്ന ഒരു വിദ്വേഷവും, അതുപോലെ മുന്നോക്കക്കാരായിട്ടുള്ള മതത്തിന്റെ അനുയായികൾക്ക് ഈ പിന്നോക്കം നിൽക്കുന്നവരോടുള്ള ഒരു അവജ്ഞയും അവരോടുള്ള ഒരു ചൂഷണ മനോഭാവവും ഒക്കെ ഈ വർഗീയതയുടെ കാരണങ്ങളായിട്ട് പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിലെ മതം വളരെ മോശമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെയാണ്. അപ്പൊ മാധ്യമങ്ങളുടെ പങ്കും ഈ വർഗീയത വളർത്തുന്നതിൽ ഒട്ടും ചെറുതല്ല എന്നത് ഓർത്തിരിക്കുക. ഇത്തരം വർഗീയത പരത്തുന്നതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് നമ്മൾ ഇടപെടുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇതിന്റെ ഭാഗമാവാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഇനി വർഗീയതയ്ക്ക് ചില ഘട്ടങ്ങളുണ്ട്. അതിന് ഒന്നാമത്തേത് സാംസ്കാരിക വർഗീയതയുടെ ഘട്ടമാണ്. അതായത് നമുക്ക് മിതമായ വർഗീയത എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ സമൂഹങ്ങള് പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക സ്വത്വബോധം വളർത്തിയെടുക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ഈ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അവിടെ വിദ്വേഷകരമായ രീതിയിലോ അല്ലെങ്കിൽ ആപത്കരമായ രീതിയിലൊന്നും വർഗീയത വളർന്നിട്ടില്ല. വളരെ മിതമായ ഒരു രീതിയിൽ വർഗീയതയുണ്ട്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തത്? ഓരോ സമൂഹത്തിനും അല്ലെങ്കിൽ ഓരോ മതങ്ങൾക്കും അവരുടെ സാംസ്കാരിക സ്വത്വം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു വർഗീയത ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പിന്നീട് അടുത്ത ഘട്ടമായപ്പോഴേക്കും രാഷ്ട്രീയ പരമായിട്ടുള്ള കാരണങ്ങൾ അതിലേക്ക് വരുന്നു. ഇപ്പൊ രാഷ്ട്രീയ വർഗീയത എന്ന ഒരു ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ്. ഇവിടെ മതത്തെ വോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോട്ട് പിടിക്കാനുള്ള ഒരു മാർഗമായിട്ട്, വോട്ട് ബാങ്കുകളായിട്ട് ഓരോ പോക്കറ്റുകളിലുള്ള മതങ്ങളെ പ്രബല ശക്തിയായിട്ട് അവർ കാണുകയും അവരെ സ്വാധീനത്തില് ആക്കുകയും ചെയ്യുന്ന, അവരെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇങ്ങനെ നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ പക്ഷെ വർഗീയത പ്രശ്നമായിട്ട് വരുന്നുണ്ട് അല്ലെ, ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തോടുള്ള കടുത്ത വിദ്വേഷമായിട്ട് അത് വരുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രശ്നഭരിതമാണ്. അത് അക്രമാസക്തമാണ് അല്ലെങ്കിൽ തീവ്ര വർഗീയതയുടെ ഘട്ടമാണ്. പരസ്പരം കണ്ടുകൂടായിക, ഒരു മതത്തിൽപ്പെട്ട ആളെ മറ്റൊരു മതത്തിലുള്ളവർക്ക് കണ്ടുകൂടായിക, അവരുടെ സൗഹൃദങ്ങളിലൊന്നും ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള ഘട്ടത്തിലേക്ക് അത് നയിക്കുന്നു. അപ്പൊ മതം അക്രമത്തിനും ആക്രമണങ്ങൾക്കും ഒക്കെ കാരണമാകുന്ന ഒരു ഘട്ടമായിട്ട് ഇത് വരുന്നു. ഇനി വർഗീയത ഒരിക്കലും ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുണാത്മകമായിട്ടുള്ള ഒരു പ്രവണതയെ അല്ല അല്ലെ. ഇനി അതിന്റെ ചില സവിശേഷതകൾ അഥവാ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പൊ ഒരു രാഷ്ട്രീയ സ്വത്വം എന്ന നിലയിൽ മതപരമായ സ്വത്വം കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി മറ്റൊന്നാണ് ഭിന്നതയും ശത്രുതയും. ഏത് മതത്തിന്റെ വർഗീയത എടുത്തു നോക്കിയാൽ അവിടെ ഭിന്നത അല്ലെ, ആരും ഐക്യപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ്, ഭിന്നതയും പരസ്പരം ശത്രുക്കളായിട്ട് കാണുകയും ചെയ്യുന്നത് ഇതിന്റെ ഒരു
പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇനി വൈകാരികമായിട്ടുള്ള ഒരു ആകർഷണം പലപ്പോഴും ഈ കമ്മ്യൂണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. വൈകാരികമായിട്ട് ഒരു വിഭാഗത്തെ അട്രാക്ട് ചെയ്യുക. ഇപ്പൊ യുവാക്കളിലുള്ള മതചിന്തകളെ അവര് ഏതെങ്കിലും പ്രത്യേക താല്പര്യമുള്ള നിഗൂഢമായിട്ടുള്ള താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഭാഗം, അങ്ങനെയാണ് ഈ തീവ്രവാദി സംഘങ്ങളൊക്കെ എമേർജ് ചെയ്യുന്നത്. യുവാക്കളില് അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടുവരിക. അതുപോലെ തന്നെ ലോകക്രമം വളരെ അപകടകരമാണ് എന്ന ഒരു ഭീതി ഇത്തരം യുവാക്കളിൽ ജനിപ്പിക്കുക. ആ ഭയത്തെ ഇങ്ങനെ മുതലെടുത്തുകൊണ്ട് അവരെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാകട്ടെ അല്ലെങ്കിൽ വർഗീയ പ്രവണത അവരില് വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇത്തരം കോപങ്ങള്, ഭയങ്ങള്, ഇതെല്ലാം തന്നെ ഈ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇനി രാഷ്ട്രീയ കൃത്രിമത്വമാണ് മറ്റൊന്ന്. ഇപ്പൊ നേതാക്കള് വ്യക്തിപരമായിട്ട് അവർക്ക് ഇത്തരം ചിന്തകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി ഒരു മതം അവർ അത്ര വലിയ മതവിശ്വാസിയായിരിക്കില്ല, ആ മതത്തിന്റെ നല്ല വശങ്ങളെയൊന്നും ഉൾക്കൊള്ളുന്നവരുമായിരിക്കില്ല. പക്ഷേ ആ മതത്തെ അവര് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് അവര് ഉപയോഗിക്കും. അപ്പൊ ഒരാള് ആ മതത്തിലെ പറയുന്ന ആരാധനാ രീതികളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, ആ മതത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ അയാൾക്ക് ആ മതത്തെ കുറിച്ച് പറയുക എന്നുള്ളതൊരു നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഈ രാഷ്ട്രീയത്തില് ഈ പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്ന ആള് ഒരിക്കലും ഈ മതത്തിന്റെ ആശയാദർശങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല, കറകളഞ്ഞ ഒരു വിശ്വാസിയൊന്നും ആയിരിക്കില്ല. പക്ഷേ രാഷ്ട്രീയ ഘട്ടത്തില് അവർക്ക് അവരുടെ താല്പര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ആ മതത്തെ ഉപയോഗിക്കും. ഇതിനെയാണ് നമ്മൾ രാഷ്ട്രീയ കൃത്രിമത്വം എന്ന് പറയുന്നത്. അപ്പൊ മതങ്ങളെ ഒരു കൃത്രിമമായിട്ട് മതത്തിന്റെ ഭക്തരാവുക, അല്ലെ? ആ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് അല്ലെങ്കിൽ ആ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം അവര് മതചിഹ്നങ്ങൾ എടുത്ത് അണിയുക, എന്നിട്ട് ആ മതചിഹ്നങ്ങളോട് കൂടിയിട്ട് വോട്ട് ചോദിക്കാൻ ഇറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവണതയാണ് നമ്മൾ രാഷ്ട്രീയ കൃത്രിമത്വം എന്ന് പറയുക. ഇനി മതേതരത്വത്തോട് എതിർപ്പായിരിക്കും ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക്. കമ്മ്യൂണൽ ചിന്തയുള്ളവർക്ക് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന, നമ്മുടെ പ്രിയാമ്പിളിൽ അല്ലെ, ഭരണഘടനയുടെ ആമുഖത്തില് സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണ് ഇന്ത്യ സോവറിൻ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നല്ലേ. അപ്പൊ സോവറിൻ പരമാധികാര, അതുപോലെ തന്നെ എന്താണ്, സെക്യുലർ മതമാണ് ഇന്ത്യ, അല്ലെ? മതേതര രാജ്യമാണ്, സെക്യുലർ രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പൊ ഈ മതേതരത്വം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിന് ഒരു മതത്തോടും പ്രത്യേക പ്രതിപത്തി അല്ലെങ്കിൽ ഒരു മതവും ഒഫീഷ്യലായിട്ട് നമുക്കില്ല. ഒരു ഒഫീഷ്യൽ റിലീജിയൻ എന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയിലില്ല. അപ്പോ ഈ ഒരു ആദർശത്തോട് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തോട് കമ്മ്യൂണൽ ചിന്ത ഉള്ളവർക്ക് എതിരായിരിക്കും. അവര് രാഷ്ട്രത്തെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കും. അത് ഹിന്ദു രാഷ്ട്രമോ മുസ്ലിം രാഷ്ട്രമോ ക്രിസ്ത്യൻ രാഷ്ട്രമോ ഒക്കെ ആക്കാനായിട്ട്, അല്ലെങ്കിൽ ബുദ്ധന്മാരുടേതോ ജൈനന്മാരുടേതോ ഒക്കെ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇതെന്താണ്? ഇത് കമ്മ്യൂണലിസം ആണെന്ന് തിരിച്ചറിയുക. ഇനി വർഗീയതയുടെ പ്രത്യാഘാതങ്ങൾ ഒരിക്കലും നല്ലതല്ല എന്ന് നമുക്കറിയാം, അല്ലെ? അത് സമൂഹത്തെ ഭിന്നിപ്പിക്കും, സമൂഹത്തെ നശിപ്പിക്കും, സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ, സമൂഹത്തിന് മുന്നേറാനുള്ള പ്രവണത ഇല്ലാതാക്കും, അത് വളർച്ച മുരടിപ്പിക്കും. നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ആ രാഷ്ട്രത്തിന്റെ സ്വീകാര്യത കുറയും. ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ പൊതു സമൂഹം അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഉൾക്കൊള്ളുന്നത് പോലെ ഒരു മതരാഷ്ട്രത്തെ ഉൾക്കൊള്ളില്ല. അപ്പോ തീർച്ചയായിട്ടും ഒരു ദുർബലമാക്കാൻ, ഒരു രാഷ്ട്രത്തെ ദുർബലമാക്കാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ദുർബലമാക്കാൻ മാത്രമേ ഈ പറയുന്ന വർഗീയത ഉപകരിക്കുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഈ വർഗീയത ഒട്ടും ഗുണാത്മകമല്ല എന്നറിയാം. അപ്പൊ എങ്ങനെ ഈ വർഗീയതയെ നമ്മൾ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ വർഗീയത ഈ സമൂഹത്തില് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിന് പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം തന്നെയാണ് അതിന് ഏറ്റവും നല്ല ഒരു ടൂൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വളർന്നു വരുന്ന ഇളം തലമുറയില് നമുക്ക് ഈ നല്ല പാഠങ്ങള്, മതേതരത്വത്തിൻ്റെതായിട്ടുള്ള പാഠങ്ങള് ഇളം തലമുറയില് നമുക്ക് കൊണ്ടുവരാം. അവരില് അത് നാമ്പെടുക്കട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തെ ഏറ്റവും നല്ല ടൂളായിട്ട് ഉപയോഗിക്കുക. അപ്പൊ വിദ്യാഭ്യാസത്തില് ഇത്തരം കമ്മ്യൂണൽ എലമെന്റുകൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ പ്യുവർ ആയിട്ടുള്ള മതേതര വിശ്വാസം അല്ലെങ്കിൽ മതേതര ചിന്ത കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ വിദ്വേഷ പ്രവർത്തനങ്ങൾക്കും അക്രമ പ്രവണതകൾക്കും കമ്മ്യൂണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ തക്കതായ രീതിയിൽ അതിനെ തടയിടുന്ന നിയമ നടപടികൾ സ്വീകരിക്കുക. ഇനി ഈ മതം
ഒരു ഏതെങ്കിലും ഒരു മതത്തിന് ഒരു പ്രചാരം കൊടുക്കാതെ എല്ലാ മതങ്ങളെയും ഒരുപോലെ, അല്ലെങ്കിൽ മതം ഒരു സൗഹൃദങ്ങൾ രൂപീകരിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സമാകാത്ത രീതിയിലുള്ള തുറന്ന സംവാദങ്ങൾ നടത്തുക. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണൽ എലമെന്റുകളെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും തുടച്ചു നീക്കുന്നതിനായിട്ട് ഉള്ള മാർഗമായിട്ട് പ്രയോഗിക്കാവുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.